നമ്മൾ ചോദിച്ചാൽ പാമ്പ് കിട്ടിയത് എന്റെ കിടവരെ കേട്ടോ, ഒരിക്കലും തൂങ്ങിക്ക് കേട്ടത് പാമ്പ് കിട്ടിയത് ഒരിക്കലും കിടന്ന് കാലിന്റെ ആ ഭാഗത്തിനും കാലും മുറിച്ച് കളയുന്നതിനുണ്ട്. പാമ്പ് കടിച്ച് ഇങ്ങനെ തോന്നിക്ക് പണ്ടാണ് പമ്പടിച്ച കെട്ടോ അത് നമ്മൾ ഉള്ളിൽ. ഇപ്പൊ എന്താ പറയുന്നത് പമ്പടിച്ച കെട്ടണമെന്ന് പറഞ്ഞത്. എനിക്ക് നമുക്ക് കെട്ടാണ്ടിക്കാൻ പറ്റും. 1ാം ക്ലാസ് വരെ പഠിക്കുന്നത് പമ്പടിച്ച കിട്ടും. പമ്പടിച്ച കിട്ടോ കടിച്ച് അത് ഉള്ളിൽ തറഞ്ഞു. അപ്പൊ എന്താണെന്ന് പറയാം, ആ പാമ്പ് കടിക്കുന്ന മോളിൽ സോഫ്റ്റ് ടിഷ്യൂസിന് കമ്പർഷൻ, എലാസ്റ്റിക് ഇല്ലേ, എലാസ്റ്റിക്കിനൊക്കെ ഉണ്ടാകുന്ന ഒരു കമ്പർഷൻ, അത് സോഫ്റ്റ് ടിഷ്യൂ നമ്മളെ പോലെ അത് കെട്ടാം. പൂർത്തിക്ക് പോലെ കെട്ടാം. ആ കെട്ടിക്കൂടെ എവിടെ ഇങ്ങനെ വരച്ച് കെട്ടണം, ഇങ്ങനെ കെട്ടാൻ. കാരണം ഈ പാമ്പിന്റെ വിഷം ചേർന്ന് ലിംഫ് വഴിയാണ്, രക്തമേള വഴിയല്ല. അപ്പൊ ആ ലിംഫിന് കമ്പർഷൻ ഉണ്ടാകുന്ന രൂപത്തിൽ ചെറിയ അമർന്ന് ടൂർണിക്കുമ്പോൾ ഒരിക്കലും കെട്ടരുത്. എത്രയോ കാലിങ്ങനെ ടൂർണിക്കുമ്പോൾ കെട്ടിട്ട് മുറിച്ച് കളയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ഗവേഷണം പറഞ്ഞ് പാമ്പടിച്ച് കെട്ടണമെന്ന് പറഞ്ഞു. അതിനെന്തായാലും കെട്ടാനൊക്കെ പറ്റില്ല. കെട്ടിപ്പോ അതിന്റെ 2 അടി മുന്നും നിങ്ങൾ അതിങ്ങനെ പാമ്പത്തെ സ്ഥലത്തില്ലേ, ആ നല്ല ശുദ്ധജലം കഴുകാം. അതിന് തൊപ്പം കൊണ്ട് കെട്ടിലെത്താം. പക്ഷെ അത് അമരം പാടാം, അധികം പ്രശ്നം കിടാൻ പാടാം. എന്നിട്ട് പിന്നെ എന്താ വേണ്ടതറിയാം, ആ കടിച്ച സ്ഥലം പിന്നെ അനക്കരുത്. ഈ മൊബൈലാണ് അതിന് വേണം നേരത്തെ പോലെ പെട്ടൊന്നും ചെയ്യാം. ഈ മൊബൈൽ അനക്കരുത്. പിന്നെ അത് വെയിലാൻ പ്രശ്നമാകൊണ്ട് പിന്നെ അത് നടത്തരുത്. ഈ നടക്കുന്നത് സംഭവിക്കും, കൂടുതൽ കെട്ടുമോ, കൂടുതൽ പെട്ടെന്ന്. അപ്പൊ അവൻ എടുക്കണം. ഏതെല്ലാം കൂടുതൽ പാമ്പടിച്ചാൽ എടുക്കാം, ഏതെല്ലാം കൂടുതൽ പാമ്പടിച്ചാൽ എടുക്കാം. അത് പറഞ്ഞ ടോപ്പിക്കാണ്. നമ്മൾ ബ്ലീഡിങ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ എടുത്താൽ പറയാം, സമയം പോകും. അത് അന്നേരം പറയാം. പാമ്പ് കടിയേറ്റ് നമ്മൾ അവിടെ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടു അല്ലേ? ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം? ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു അല്ല, ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകും. ഇപ്പോൾ വയനാട്ടിലൊരു കുട്ടിക്കൊരു ജീവൻ അങ്ങനെയാണ്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടിച്ചിൽ അപകടം ഉണ്ടാകുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറവ് മരണനിരക്കിൻ്റെ സംസ്ഥാനം കേരളം. എന്തുകൊണ്ടാണ്? നമുക്ക് അടുത്തടുത്ത സംവിധാനങ്ങൾ, ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. മറ്റു സംസ്ഥാനങ്ങളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി അത്രയും കിലോമീറ്ററുകൾ ആളുണ്ട് വരുന്നു. അപ്പോൾ അവർക്ക് എത്താൻ ആ ഹോസ്പിറ്റൽ ആ സമയത്ത് എത്താൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വയനാട്ടിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്ക് പാമ്പ് കടി വെച്ചു, അവർ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റൽ എന്തില്ല, ഇത് ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. ആൻറ്റിവെനം, ഇപ്പോൾ പോളിവെനം എന്ന് പറയാം. ഇത് പാമ്പ് കടിയേറ്റ ഇഞ്ചക്ഷൻ അവിടെ ഇല്ല. അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെയാണെങ്കിൽ ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. പിന്നെ ഈ സമയമൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് കുട്ടിയെ ഇറക്കി വീണ്ടും തിരിച്ച് കയറ്റി വീണ്ടും വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടുന്ന് ഇറക്കി കയറ്റി വീണ്ടും സമയത്ത് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും അടുത്ത് ഈ സംവിധാനമുള്ള ഹോസ്പിറ്റലിൽ മാത്രം കൊണ്ടുപോകുക. ജനറൽ ഹോസ്പിറ്റല്, ജില്ലാ ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ജനറൽ ജില്ലാ താലൂക്ക് ഹോസ്പിറ്റലിൽ സംവിധാനമുണ്ട്. പിന്നെയോ ഇവിടെ സംവിധാനമുണ്ട്. ഹോസ്പിറ്റൽ ആദ്യം മനസ്സിലാക്കി വെക്കുക, അവിടത്തേക്ക് കൊണ്ടുപോകും. പോകുമ്പോൾ അതിനെ വിളിച്ച് നോക്കുക, സംവിധാനമുണ്ടോ, ഡോക്ടറിൻ്റെ സംവിധാനങ്ങളുണ്ടോ ചോദിക്കുക, എന്നിട്ട് അവിടത്തേക്ക് കൊണ്ടുപോകും. അടുത്തുള്ള PHC കൊണ്ടുപോയി അങ്ങോട്ട് പോയി, മുള്ളേരിയ PHC ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അവിടെ സംവിധാനം ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് വേണ്ടി കൊണ്ടുപോകണം, തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഏറ്റവും അടുത്ത് ഈ സംവിധാനമുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. അവിടെ കൊണ്ടുപോയി അവർക്കൊന്നും ചെയ്യാനില്ല. പാമ്പ് കടിയേറ്റ് എന്ത് ചെയ്യേണ്ട? മുമ്പത്തെ പോലെ ഈ കെട്ടല്ലേ, ടൂർണിക്കാർ കെട്ട് മുറിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നും ചെയ്യരുത്. അത് വേണമെങ്കിൽ നിങ്ങൾ സോപ്പ് കൊടുത്ത് കഴുകിക്കളയാം. എന്ത് ചെയ്യുക? കടിച്ച ഭാഗം ഹൃദയത്തിന് താഴെ ഭാഗം, കാലിലാണെങ്കിൽ താഴത്ത് വെക്കുക. മറ്റവിടെ പാമ്പിനോട് ആവാൻ പറയും. ഹൃദയത്തിൻ്റെ വേഗത, ഹൃദയമിടിപ്പ് കുറക്കുക. പേടിക്കനുസരിച്ച് ഹൃദയമിടിപ്പ് കൂടും. ആ ഹൃദയമിടിപ്പ് പോകും. പ്രശ്നങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു കാം ഡൗൺ ചെയ്യുക. ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ മുമ്പത്തെ പാമ്പിനെ കൊണ്ടുപോകണം വേണ്ട. എന്തുകൊണ്ടാണ്? മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പ് കടിയേറ്റാൽ ആ പാമ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ആൻറ്റിവെനമാണ് കുത്തിവെക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിവെനമാണ് കുത്തിവെക്കുന്നത്. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ തന്നെ എന്തുണ്ടാവും? നിങ്ങൾക്ക് ഈ നാട്ടിലുണ്ടാകുന്ന എല്ലാ വിഷപ്പാമ്പുകളുടെയും ആൻറ്റിവെനം ഒറ്റ ഇഞ്ചക്ഷനിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് പോയ ഉടനെ ഇതവർ കയറ്റി കുത്തിവെക്കില്ല. കാരണം എന്താണ്? അതിൻ്റെ റിയാക്ഷൻസ് വേറെ ചിലപ്പോൾ ഉണ്ടാവും. എത്ര വിഷമുണ്ട് അത് നോക്കിയിട്ട്, ആ വിഷത്തിന് ആവശ്യമുണ്ടോ ഇഞ്ചക്ഷൻ നോക്കിയിട്ട് മാത്രമേ ഇഞ്ചക്ഷൻ കുത്തൂ. ഓക്കെ. പിന്നെ എത്രയും പെട്ടെന്ന് സംവിധാനമുള്ള ഹോസ്പിറ്റലിലേക്ക് കെട്ടാനോ പിടിക്കാനൊന്നും പോകണ്ട. ക്ലീൻ ചെയ്യുക. ഹൃദയത്തിന് താഴത്തേക്ക്, ഇവിടെ കത്തി താഴെ ഭാഗത്തേക്ക് പിടിച്ചിട്ട് കൊണ്ടുപോകും. ഓക്കെ. ഇനി ആ മുറിഞ്ഞലൊക്കെ എവിടെ കണ്ടിട്ടുള്ളത്? ഹൃദയത്തിന് മുകളിലെ ഭാഗത്താണ്. പാമ്പ് കടിയേറ്റാൽ ഹൃദയത്തിന് താഴെ ഭാഗത്തേക്കാണ് ആ ശരീരഭാഗം പിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ഓക്കെ അല്ലേ? എടുത്താൽ ഇതല്ല ഭാഗത്ത്. ഇപ്പോൾ ഇനി നമ്മുടെ നാട്ടിലുണ്ടാവും ഈ കിണറുകളൊക്കെ പണിയെടുക്കുന്ന സമയത്തും ഒക്കെ എന്തുണ്ടാവും?